പ്രിയ സ്നേഹിതരെ, ഭൂമിയിലുള്ള മിക്ക ജീവികളും കൂട്ടം കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോയിൽ കണ്ടത്, ആനകളുടെ ഒരു കൂട്ടം ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഏറ്റവും മുൻപിലായി ഒരു ആന നടക്കുന്നത് കണ്ടിട്ട് അല്പനേരം ഞാൻ ആ ആനയെ ശ്രദ്ധിച്ചു. അതിൻ്റെ നടപ്പിലും ഭാവത്തിലും പെരുമാറ്റത്തിലും എന്തോ ചില പ്രത്യേകതകൾ ഉള്ളതായി എനിക്ക് തോന്നി. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആനകളുടെ കൂട്ടത്തിൻ്റെ ഏറ്റവും മുൻപിൽ നടക്കുന്ന ആനയായിരിക്കും ആ കൂട്ടത്തിൻ്റെ നേതാവ്. മുൻപിൽ നടക്കുന്ന ആന ഏത് ദിശയിലൂടെ പോകുന്നുവോ അതേ ദിശയിലൂടെ തന്നെ ഈ ആനക്കൂട്ടവും പോകും. ഇനി മുൻപിൽ നടക്കുന്ന ആനയുടെ ഉത്തരവാദിത്വം എന്ന പോലെ നമുക്ക് തോന്നും, അതിൻ്റെ മുൻപോട്ടുള്ള വഴി സുരക്ഷിതത്വമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതും, ആ വഴിയിലൂടെ പോകുന്നിടത്ത് ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നത് ഈ മുൻപിൽ നടക്കുന്ന നേതാവായ ആനയുടെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കഴിഞ്ഞ ഒരു ദിവസം വളരെ മനോഹരമായ ഒരു കാഴ്ച ഞാൻ കണ്ടത്, ഒരു തോട്ടിലൂടെ കുറേയേറെ താറാവുകൾ നീന്തി പോകുമ്പോൾ ഏറ്റവും മുൻപിലായി പോകുന്ന താറാവിൻ്റെ പുറകാലെ ബാക്കിയുള്ള താറാവുകളൊക്കെ നീന്തി പോകുന്നത് ഞാൻ കണ്ടു. എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് താറാവുകൾ കൂട്ടം തെറ്റി നടക്കുന്നതായും ഞാൻ കാണാനിടയായി. പ്രിയരെ, ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി എന്ന നിലയിൽ മനുഷ്യരായ നമ്മുടെ ആഗ്രഹം എന്ത്? കൂട്ടം കൂടി ജീവിക്കാൻ നമ്മളും ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലും സ്വാഭാവികമായും ഒരു നേതാവ് ഉണ്ടായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും ചെറിയൊരു കൂട്ടം എന്ന ഉദാഹരണം പറയണമെങ്കിൽ അതൊരു മാതാവും പിതാവും കുഞ്ഞുങ്ങളും അടങ്ങിയ ഒരു കുടുംബം എന്നുള്ളതാണ്. പണ്ടൊക്കെ പല കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രായമായവരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെയും ഒരു നേതാവ് ഉണ്ടായിരിക്കും. അവിടെയും പല അഭിപ്രായങ്ങൾ വന്നാലും ഒരു അഭിപ്രായം ഉരുത്തിരിഞ്ഞതോ തീരുമാനമാകണമെങ്കിൽ അവിടെ നേതൃത്വം വഹിക്കുന്ന ആൾ തീരുമാനിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ആധുനിക കാലം വന്നപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനും ജോലി സംബന്ധമായും ഒക്കെ പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് കൂട്ടുകുടുംബം ഇന്ന് നിലവിൽ പലയിടത്തും ഇല്ല. എന്നാൽ ചെറിയ കുടുംബങ്ങളായിട്ടുള്ളത്. എന്നാൽ ഒരു കുടുംബം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടം കൂടി ഇമ്പമായി ജീവിക്കുക എന്നുള്ളതാണ് കുടുംബം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ കുടുംബം എടുത്തു നോക്കിയേ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും അടങ്ങിയ കുടുംബം ഇമ്പമായി ഐക്യതാ മനോഭാവത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതാണോ എൻ്റെ കുടുംബം? അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് പിതാക്കന്മാർ അല്ലെങ്കിൽ അപ്പന്മാരാണ് ഗ്രഹനാഥൻ, കുടുംബനാഥൻ എന്നുള്ളത്. എന്നാൽ മറ്റു ചില സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായ രീതികളുമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു കുടുംബത്തിൽ ഉള്ള എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഇനി അഭിപ്രായം പറഞ്ഞാൽ എല്ലാ അഭിപ്രായവും ഏറ്റെടുക്കാൻ പറ്റുകയില്ല. അതിൽ ഏറ്റവും അനുയോജ്യവും യോഗ്യവുമായ അഭിപ്രായമായിരിക്കും തീരുമാനമായി മുന്നിൽ വരുന്നത്. അത് തീരുമാനം ഇന്നതാണെന്ന് ഗ്രഹനാഥൻ, കുടുംബനാഥൻ പറയുക സാധാരണമാണ്. എന്നാൽ സന്തോഷത്തോടെയും ഐക്യതയോടെയും സ്നേഹത്തോടെയും അല്ലാത്ത കുടുംബത്തിനകത്ത് എത്രമാത്രം പ്രയാസമുണ്ടാകുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, തർക്കങ്ങളുണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, കുഞ്ഞുങ്ങൾ വിഷമം അനുഭവിക്കുന്നു, മാതാവും പിതാവും വിഷമത അനുഭവിക്കുന്നു ഒക്കെ ഉള്ളത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് കുടുംബനാഥൻ്റെയും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇനി കൂട്ടം കൂടി ഇമ്പമായി ജീവിക്കാൻ ഒരു കുടുംബം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കുടുംബത്തിനും ഒരു നാഥൻ ഉണ്ടായിരിക്കണം. കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ നേതാവ് ഒരാളുണ്ടെങ്കിൽ
അതിനു മുകളിൽ ഒരു നേതാവ് ഉണ്ടായിരിക്കണം. അപ്പം ഏറ്റവും പ്രധാനമായും ഏറ്റവും മുകളിലായി ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിൻ്റെ കീഴിൽ പല നേതാക്കന്മാരുണ്ടായാലും കുഴപ്പമില്ല. കാരണം ഏറ്റവും മുൻപിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ തീരുമാനമായിരിക്കും അന്തിമം എന്നുള്ളത്. ആരാണ് ഈ പ്രധാനപ്പെട്ട നേതാവ് എന്നറിയാമോ? മനുഷ്യരുടെ ഇടയിൽ എല്ലാ സംസ്ഥാനത്തിനും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കാം, ഇനിയും എല്ലാ രാജ്യത്തിനും ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും ഒരു പ്രധാനി എന്ന് പറയുന്നത് ദൈവമാണ്. ഇങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ട്: ഞാനും എൻ്റെ കുടുംബവുമോ ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും, ഞങ്ങൾ ആ ദൈവത്തിൻ്റെ കീഴിൽ അണിനിരക്കും എന്നതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബമായാലും ഒരു സമൂഹമായാലും ദൈവമായിരിക്കട്ടെ നമ്മുടെ നേതാവ്. ജീവനുള്ള ദൈവം, സകലവും കാണുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കട്ടെ നമ്മുടെ നേതാവ്. ആ ദൈവം പറയുന്നതിന് ആ നിയമം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാതെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.